നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 136 ആശ്രയ ഗുണഭോക്താക്കൾക്കാണ് കിറ്റുകൾ നൽകിയത്. ചേർപ്പ് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പിലെ കേബിൾ TV കൂട്ടായ്മയായ നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡ് ഓണാഘോഷം സംഘടിപ്പിച്ചു. മാലിന്യയിടങ്ങൾ ചെണ്ടുമല്ലികൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഓണപ്പുടവ നൽകിയാണ് ആദരിച്ചത്. വാർത്തകൾ വിശദമായി. പാർലം ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 136 ആശ്രയ ഗുണഭോക്താക്കൾക്കാണ് ഓണാശ്വാസമായി പഞ്ചായത്ത് സൗജന്യ കിറ്റ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭ നന്ദിയും പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുബിത സുഭാഷ്, PK ലിജീവ്, ഡാലി ബിനോയ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. തീരെ പാവപ്പെട്ട ആളുകൾക്ക് മാസത്തിൽ ഒരിക്കൽ ഈ ഒരു കിറ്റ് വളരെ ഒരു അനുഗ്രഹമാണ് അല്ലേ. നമ്മൾ സാധാരണക്കാർ മിക്കവാറും വീടുകളിൽ ആരും വരുമാനമില്ലാത്ത ആളുകളാണ് കൂടുതൽ ഉള്ള ആളുകളാണ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഈ മാസാമാസം കിട്ടുന്ന ഈ കിറ്റും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും കൂടിയാകുമ്പോൾ ഏകദേശം പെൻഷനും കൂടിയാകുമ്പോൾ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് കുറേ പരാതികൾ കിട്ടാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന പോലെ നമ്മൾ ഈ ഭരണസമിതിയിൽ ഓണക്കാലത്തേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷത്തോടു കൂടി ഒരു കിറ്റ് തരാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീവള്ളി ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷെഫീന സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ സിനി പ്രദീപ്, പ്രജിത്ത്, സുനിത ജിനു, പ്രിയലത പ്രസാദ്, ME കൺവീനർ ലിജു തോമസ് എന്നിവർ സംസാരിച്ചു. നമ്മൾ സ്ത്രീകൾ സ്വയം പര്യാപ്തരാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങി അവരുടെ സാമ്പത്തികമായ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് സംരംഭങ്ങൾക്ക് നമ്മൾ ആനുകൂല്യങ്ങളും മറ്റും നൽകിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട്. പലരും അതിൽ തുടർന്നു കൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെന്നൈയിലേക്ക് നമ്മുടെ കുടുംബശ്രീയുടെ സംരംഭകരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനം നമ്മുടെ ബ്രാൻഡഡ് ചിപ്സ്, കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സാണ് ഇതിലെ ഹൈലൈറ്റായിട്ട് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സംരംഭകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എപ്പോഴും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നമുക്ക് ആ രീതിയിലാണ് നമ്മുടെ എപ്പോഴും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലെത്തിച്ചേരുന്നത്. ചേർപ്പിലെ കേബിൾ TV കൂട്ടായ്മയായ നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡ് ഓണാഘോഷം സംഘടിപ്പിച്ചു. COA ചേർപ്പ് മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കൺവീനർ KK അബൂബക്കർ, കേബിൾ TV ജീവനക്കാരായ ഉണ്ണികൃഷ്ണൻ, ബിന്ദു, കേബിൾ TV കുടുംബാംഗങ്ങളായ അമ്മിണി ജോസ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. അക്കൗണ്ട് പാർട്ണർ ആന്റണി MJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെയും കേബിൾ TV ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
മാലിന്യ ഇടങ്ങൾ ചെണ്ടുമല്ലികൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. പാർളം പഞ്ചായത്തിലെ 9-ാം വാർഡിലെ പൂത്തറക്കൽ പാടം പാതയോരത്തെ മാലിന്യ ഇടങ്ങൾ ചെണ്ടുമല്ലികൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കിയ 9-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഓണപ്പുടവ നൽകിയാണ് ആദരിച്ചത്. ചേർപ്പ് നവരശ്മി ബാലജനസഖ്യം 25-ാമത് ഓണാഘോഷത്തോടനുബന്ധിച്ച് 25ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സഹകാരി കെ എൽ ആന്റണി അധ്യക്ഷത വഹിച്ചു. തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ കെ ബി പ്രമോദ്, പി കെ ഉണ്ണികൃഷ്ണൻ, പ്രസാദ് കിഴക്കൂട്ട്, റോസ്മേരി ആന്റണി എന്നിവർ സംസാരിച്ചു. ഓണം കലാസന്ധ്യ 16 വൈകിട്ട് 6 ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിൽ നടക്കും. നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടി രമാദേവി, മേള പ്രമാണി പെരുവനം സതീശൻ മാരാർ എന്നിവർ പങ്കെടുക്കും. ചേർപ്പ് പഞ്ചായത്ത് 2-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകൾ സമ്മാനിച്ചു. മുംബൈയിലെ ബിസിനസ്സുകാരനായ ബിജു രാമന്റെ സഹായത്തോടെയാണ് പഞ്ചായത്ത് അംഗം ഇ.വി. ഉണ്ണികൃഷ്ണൻ കിറ്റുകൾ വിതരണം ചെയ്തത്. തൊഴിലുറപ്പ് മേറ്റ് രാജി, സുജാത, സോമൻ ആത്ര എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2-ൽ സ്ഥിരതാമസക്കാരനായ മുംബൈയിലെ ബിസിനസ്സുകാരനുമായ ശ്രീമാൻ ബിജു രാമൻ അവരുടെ സഹായത്തോടുകൂടി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2-ൽ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് ഓണക്കിറ്റ് വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തൊഴിലുറപ്പ് ഉള്ളവർ, അതായത് പൊതുവെയുള്ള മറ്റുള്ള ചാലുകളോ കാര്യങ്ങളോ ഒന്നും വൃത്തിയാക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് യാതൊരു നിർവാഹമില്ല. അങ്ങനെയാണ് അവരുടെ ഇപ്പോൾ പുതിയ നിയമം. എങ്കിലും അവർ വാർഡ് 2-ന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓടി വന്നവർ ആ ഭാഗം വൃത്തിയാക്കുകയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം എല്ലാ കാര്യങ്ങളിലും, നാട്ടിലെ വാർഡ് 2-ലെ എല്ലാ കാര്യങ്ങളിലും അവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുംബൈയിലെ ബിസിനസ്സുകാരാണ്, ഞങ്ങളുടെ അയൽവക്കാരനാണ്, അദ്ദേഹമാണ് ഞാൻ ഓണമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഓണക്കിറ്റ് ഞങ്ങളുടെ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് വിതരണം ചെയ്യുന്നത്. ഓണത്തിന് ഊരകത്തിന് കിടലം സമ്മാനം. മൊബൈൽ ഫോണുകളുടെയും ഗാഡ്ജറ്റുകളുടെയും വിപുലമായ കളക്ഷനുകളുമായി ആയില്യം മൊബൈൽസ് ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ മൊബൈൽ കമ്പനികളുടെ ഫോണുകൾക്കൊപ്പം ഗാഡ്ജറ്റുകളുടെയും വിപുലമായ കളക്ഷനുകളുമായാണ് 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആയില്യം മൊബൈൽസ് ഊരകത്ത് പ്രവർത്തനം തുടങ്ങിയത്. ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 200 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ആൻഡ്രോയിഡ് ഫോണുകൾ സ്വന്തമാക്കാനും അവസരമുണ്ട്. 25 വർഷം പാരമ്പര്യമുണ്ട് ആയില്യം മൊബൈൽസിന് മൊബൈൽ ഫീൽഡുമായിട്ട്. ഞങ്ങൾ കുറച്ച് നാൾ ഊരകത്ത് വിട്ടു നിൽക്കേണ്ടി വന്നു. എങ്കിലും തുടക്കം ഊരകത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു 10-25 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഞങ്ങൾ പെരിങ്ങോട്ടുകരയിൽ ഷോപ്പ് ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ഥാപനമാണ് ഊരകത്ത് ആയില്യം.
മൊബൈൽസ് വളരെ നല്ല രീതിയിൽ മൊബൈലിൻ്റെ സർവീസുകൾ ചെയ്ത് സെയിൽസും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാൻഡിൻ്റെ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 0% ലോൺ സൗകര്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ 250 രൂപയ്ക്ക് മേലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന പദ്ധതി, അതായത് ഇന്ന് മുടക്കി തുടങ്ങി ഈ മാസം അവസാനം വരെ നമ്മൾ ഓരോ 200 രൂപയുടെ 250 രൂപയുടെ പർച്ചേസും ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ഇട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ സമ്മാനമായി നൽകുന്നുണ്ട്. മൊബൈൽ ഫോൺ ഡിസ്പ്ലേ പൊട്ടിയാൽ ഇനി പേടിക്കുകയേ വേണ്ട. ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ഗ്ലാസ് മാത്രം മാറ്റാനും ആയില്യം മൊബൈൽസിൽ അവസരമുണ്ട്. 1 മണിക്കൂർ മൊബൈൽ സർവീസും ഷോറൂമിന്റെ പ്രത്യേകതയാണ്. ആൻഡ്രോയിഡ് ഫോൺ കവറുകൾ 10 രൂപ മുതൽ, ഒപ്പം 0% ലോൺ സൗകര്യവും. മൊബൈൽ അസസ്മെന്റുകൾക്ക് പുറമെ കമ്പ്യൂട്ടർ അസസ്മെന്റുകളും ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും ലഭ്യമാണ്. ഉടൻ തന്നെ ഷോറൂം സന്ദർശിക്കൂ. ഫോൺ 9747881010. പാലക്കൽ വൃക്ഷവിദ്യ പ്രീ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവാതിരക്കളി, ഉറിയടി, വടംവലി, മലയാളി മങ്ക മത്സരങ്ങളുമായി പരിപാടികൾ നടന്നു. പ്രിൻസിപ്പൽ ജസ്നി ഷിബു, അധ്യാപകരായ സന്ധ്യ, രമ്യ, ദിവ്യ, കൃഷ്ണജ, സ്പോർട്ടിംഗ് സ്റ്റാഫുകളായ രഞ്ജിനി, സിമി, അനിത, ഇന്ദിര എന്നിവർ നേതൃത്വം നൽകി. നഴ്സറി ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ വൃക്ഷവിദ്യയിൽ തുടരുകയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫോൺ ഓവർ യൂസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ജനറൽ ടോപ്പിക് ഇടാൻ കാര്യം ഇത് കുറച്ച് യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാരൻസിന്റെ ഒരു സജഷൻസ് കിട്ടുവാണെങ്കിൽ അത് ഓവറോൾ കളക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ എല്ലാവർക്കും എല്ലാവരുടെയും ഇതിലേക്ക് തരാം. ഒരു 30 സെക്കൻഡ് 2-3 സെന്റൻസ് ഒരാളാണ്. അപ്പൊ എന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ചില സമയങ്ങളിൽ ഫോൺ കൊടുക്കുന്ന ഒരു സമയം വന്നിരുന്നു എനിക്ക്. അപ്പോൾ എന്നെ വെച്ചാൽ ആൾ കൂടുതൽ ആൾക്ക് മനസ്സിലായി, വാശി അതിൽ നടക്കുമെന്ന് മനസ്സിലായി. ഞാനൊന്ന് റിലാക്സ് ആയ സമയത്ത്, അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ വരുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ കൊടുക്കേണ്ടി വന്നത്, ഞാൻ മിസ് ചെയ്ത സമയത്ത്. പക്ഷെ അത് ഉപയോഗിച്ച് കുറച്ച് തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തില്ല, മനഃപൂർവ്വം ഞാൻ കൊടുത്തില്ല. അവൾ വീട്ടിൽ നല്ല ബഹളം ഉണ്ടാക്കി, നല്ല കരച്ചിലായിരുന്നു, നല്ല ബഹളമായിരുന്നു, ഫുഡ് കഴിക്കാൻ ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡ് ചേട്ടനും എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ അവൾ എന്തോരം ഇരുന്ന് കരയുന്നു നോക്കാം, നമുക്ക് അവളവിടെ ഇരുന്ന് കരയട്ടെ എന്നാണ് ചിന്തിച്ചത്. ഞാൻ അവളൊപ്പം ഉണ്ടായിരുന്നു. മീൻ പിടിക്കുന്ന ഊത്തുളിയുമായി അയൽവാസിയെ ആക്രമിച്ച കാട്ടൂർ സ്വദേശി പോലീസ് പിടിയിൽ. കാട്ടൂർ കരാഞ്ചിറ മുനയം ബണ്ടിന് സമീപം താമസിക്കുന്ന തുപ്രാടൻ വീട്ടിൽ 53 വയസ്സുള്ള ദിനേശ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. അയൽക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ദിനേശ് അയൽവാസിയായ പുതുവീട്ടിൽ 62 വയസ്സുള്ള ശശിയെയാണ് ആക്രമിച്ചത്. ശശിയുടെ വീട്ടിലെത്തിയ ദിനേശ് കസേരയിലിരിക്കുകയായിരുന്ന ശശിയുടെ നേരെ ഊത്തുളി കൊണ്ട് ഊതുകയായിരുന്നു. ഊത്തുള്ളിയുടെ ഉളി ശശിയുടെ കഴുത്തിലാണ് തറച്ചത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ബന്ധുക്കൾ കരാഞ്ചിറ ആശുപത്രിയിൽ എത്തിക്കുകയും ഉളി സർജറി ചെയ്ത് ഊരി മാറ്റുകയും ചെയ്തു. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ SI പ്രദീപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, CG, നിബിൻ, ജിതിൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. മൂശാരി സമുദായ സഭ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. ജില്ലാ പ്രസിഡന്റ് രഘു കുത്തുപാലക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിനു ചേർ, സുരേഷ് കോട്ടൂര്, രമേശ് കുത്തുപാലക്കൽ എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീടുകളുടെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ഡി കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥും നിർവഹിക്കും. 4 വീടുകളുടെ ഉദ്ഘാടനമാണ് നടക്കുകയെന്ന് സംഘം ഭാരവാഹികളായ ശശി പോട്ടയിൽ, ജേക്കബ് അക്കര, UK സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾക്ക് പഠനം നമ്മളൊരു സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു 1 ഏക്കറോളം നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത്
വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മൾ 3 വീട് നിർമ്മാണം പൂർത്തിയായി. ഇപ്പം പുതിയതായിട്ട് 4 വീട് കൂടി പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തുന്നത്. അത് നമ്മുടെ പുത്തൂരിലെ ചെറുകുന്നിലാണ് നമ്മുടെ ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്, സ്വന്തം സ്ഥലത്ത്. അതിൽ 3 വീടുകളുമായിട്ടുള്ള പണി നേരത്തെ കഴിഞ്ഞതും 4 വീടുകൾ പുതിയതായിട്ട് ഒരേ രീതിയിൽ തന്നെ നല്ലൊരു ചെറിയ ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കുമെന്ന് CC മുകുന്ദൻ MLA-യും ടൂറിസം ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. 2024-25 സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് CC മുകുന്ദൻ MLA നിർദ്ദേശം നൽകി. ഉപയോഗശൂന്യമായി കിടക്കുന്ന നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം നടത്തണമെന്നത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ആദ്യഘട്ടം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയതായും എസ്റ്റിമേറ്റ് 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കി സർക്കാരിൽ ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ് പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റണമെന്നും സന്ദർശനത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതിനായുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും DTPC സെക്രട്ടറി വിജയ് രാജ് അറിയിച്ചു. MLA-യോടൊപ്പം സന്ദർശനത്തിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ്, DTPC സെക്രട്ടറി വിജയ് രാജ്, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശാരിക, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോഷ് ആനന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദാസൻ, നിഖിത P രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അവണിശ്ശേരി പഞ്ചായത്ത് 3-ാം വാർഡ് ഓണാഘോഷം വെള്ളിയാഴ്ച നടക്കും. മാധ്യമപ്രവർത്തകൻ ജോബി ജോൺ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം KA പ്രദീപ്, എഴുത്തുകാരി ആതിര ആംഗിരസ് എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 4:30 അവണിശ്ശേരി NSS കരയോഗം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണപ്പുടവ വിതരണം, ഓണക്കിറ്റ് വിതരണം, ഹരിതകർമ്മസേന, ആശ, അംഗൻവാടി പ്രവർത്തകർ എന്നിവരെ ആദരിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,705 രൂപ, പവന് 53,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 136 ആശ്രയ ഗുണഭോക്താക്കൾക്കാണ് കിറ്റുകൾ നൽകിയത്. ചേർപ്പ് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പിലെ കേബിൾ TV കൂട്ടായ്മയായ നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡ് ഓണാഘോഷം സംഘടിപ്പിച്ചു. മാലിന്യയിടങ്ങൾ ചെണ്ടുമല്ലികൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ഓണപ്പുടവ നൽകിയാണ് ആദരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.